നമസ്കാരം, ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫസ്റ്റ് തന്നെ നാപ്പൊളിക്ക് കൺഗ്രാലേഷൻസ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണം. കാരണം സ്കുഡേറ്റോ നാപ്പൊളി അടിച്ചിരിക്കുകയാണ്. സോ ഇന്നലെ കാഗ്ലറീനെ 2-0 തോപ്പിച്ചുകൊണ്ട് നാപ്പൊളി തങ്ങളുടെ 4ാമത്തെ ലീഗ് ടൈറ്റിൽ, ഇറ്റാലിയൻ ടൈറ്റിൽ സ്കുഡേറ്റോ അടിച്ചിരിക്കുകയാണ്. ആൻഡ് ആന്റോണിയോ കോണ്ടെ ഒരു റെക്കോർഡും സൃഷ്ടിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് മാനേജറാണ് 3 ഡിഫറെന്റ് ഇറ്റാലിയൻ ക്ലബ്സിനെ വെച്ച് ലീഗ് അടിച്ചു കൊടുക്കുന്നത്. സോ ആൾ ഇതിനു മുമ്പ് യുവന്റസിന് വേണ്ടിയും ഇന്റർ മിലാന് വേണ്ടി ലീഗ് അടിച്ചു കൊടുത്തിരുന്നു. സോ ഇപ്പം നാപ്പൊളിക്ക് വേണ്ടി നേടിക്കൊടുത്തിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. ഇന്നലെ ലുക്കാക്കുവും മക്ടോമനിയുടെയും 2 സൂപ്പർ ഗോളുകളാണ് കളി മാറ്റിയത്. ലുക്കാക്കു ലീഗിലെ ടോപ്പ് അസിസ്റ്റ് പ്രൊവൈഡർ ആണ്. ആൻഡ് മക്ടോമനിയാണ് MVP ഓഫ് ദ ടൂർണമെന്റ്, അതായത് ഇറ്റാലിയൻ ലീഗിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ. 12 ഗോള് 4 അസിസ്റ്റുമാണ് ആൾക്ക് ലീഗിലുള്ളത്. ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു മക്ടോമനിയുടെ ഫസ്റ്റ് ലീഗ് ടൈറ്റിൽ. ആൻഡ് MVP നേടിക്കൊണ്ടാണ് ആളത് നേടിയിരിക്കുന്നത്. കൂടാതെ അംഗുസയുടെ കാര്യം കൊണ്ട് എടുത്തു പറയണം. ഫോർ മീ ദ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അംഗുസ. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു അംഗുസ ഈ സീസൺ ഫോർ നാപ്പൊളി. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ആസ് എ ടീം നാപ്പൊളി ശരിയാണ്, മറ്റേ യൂറോപ്യൻ കോമ്പറ്റീഷൻസോ ഒന്നും തലവേദന ഇല്ലായിരുന്നു. എന്നാലും ലീഗ് അടിക്കുക, കവറസ്കേലെ ഓസിമൻ പോലത്തെ 2 വൈറ്റൽ പ്ലേയേഴ്സ് ആണ്. കവറസ്കേലെ സീസണിന്റെ ഇടയ്ക്ക് വെച്ച് പോവുക, എന്നിട്ടും പിടിച്ചു നിർത്തി. ആൻഡ് അപ്പുറത്ത് ഇന്റർ അടിക്കും എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ നമുക്കറിയാം 2 ടീംസും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഇതൊരു നെയിൽ ബൈറ്റും ഫിനിഷ് ആയിരുന്നു. 1 പോയിന്റ് വ്യത്യാസത്തിലാണ് നമ്മൾ നോക്കാനായിട്ടാണ് നാപ്പൊളി ലീഗ് അടിച്ചിരിക്കുന്നത്. അതിന് എടുത്തു പറയേണ്ട കാര്യം, ഇന്നലെ ഇന്റർ കോമോനെ 2-0 തോപ്പിച്ചിരുന്നു. കൊറേയുടെ ഡീവർജിന്റെ ഗോളുകളായിരുന്നു തോന്നുന്നു. ഇന്റർ തോപ്പിച്ചിരുന്നു. സോ പക്ഷേ ലീഗ് ടൈറ്റിൽ നാപ്പൊളിക്ക് കിട്ടിയിരിക്കുകയാണ്. സോ ഡിസേർവിംഗ്ലി. ആന്റോണിയോ കോണ്ടെ നെക്സ്റ്റ് സീസൺ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എറൈസ് ചെയ്യുന്നുണ്ട്. ആൾ 200 മില്യൺ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ട്രാൻസ്ഫേഴ്സിനും മറ്റുമൊക്കെ എന്നൊക്കെ. സോ അത് ഡിസേർവിംഗ് ആണ്. കാരണം കവറസ്കേരിയ പോലത്തെ പ്ലേയേഴ്സിനെയൊക്കെ സെയിൽ ചെയ്ത് അവർ ഫൈൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ലീഗും അടിച്ചു കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും നെക്സ്റ്റ് സീസൺ യൂറോപ്യൻ ഫുട്ബോളും ഉണ്ട്. അതിനകത്ത് തന്നെ സ്ക്വാഡ് ഡെപ്ത് കൂട്ടേണ്ട ആവശ്യമുണ്ട്. ഈ സീസണിലെ പോലെ ലീഗ് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഡെഫിനറ്റ്ലി പ്രഷർ വിൽ ബി ഓൺ. ആൻഡ് പോസ്റ്റ് മാച്ചിന് നാപ്പൊളിയുടെ ഓണറും നമ്മുടെ ഡി ലോറൻഡൽസും അതുപോലെ തന്നെ ഇങ്ങേരും കോണ്ടയും തമ്മിൽ ഹാൻഡ് ഷേക്ക് കൊടുത്തും ഇത് ചെയ്തപ്പോഴും ഒക്കെ ചെറിയൊരു ഡിസഗ്രിമെന്റ് 2 പേരുടെ ഇടയിലുള്ളത് നമുക്കും ഫീൽ ചെയ്യുമായിരുന്നു. അത് കമന്റേറ്റേഴ്സും പറയുന്നുണ്ടായിരുന്നു. സോ അവർക്കിടയിൽ ഇപ്പോൾ ഒരു ഈഗോ ഇഷ്യൂ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കോണ്ടെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടി ഇല്ല. സോ ലെറ്റ്സ് സീ. എന്തായാലും ഫണ്ട്സ് ഇറക്കിയാലേ കോണ്ടെ നിൽക്കത്തുള്ളൂ എന്നും പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. അവിടുന്ന് മറ്റ് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഫ്ലോറിയം വിറ്റ്സ് ടു ലിവർപൂൾ ഏത് നിമിഷവും ഡൺ ആവുന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ നമ്മൾ ഇന്നലെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. വിറ്റ്സ് ടു ലിവർപൂൾ, ഡേവിഡ് ഓൺസ്റ്റീൻ തന്നെ ആദ്യം അത് പൊട്ടിച്ചിരുന്നു. പിന്നെ പ്ലെറ്റംബർഗ് ഇപ്പം ഫാബ്രിസിയോ എല്ലാം കൺഫേം ചെയ്യുന്നുണ്ട്. വിറ്റ്സ് ലിവർപൂൾ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പേഴ്സണൽ ടൈംസ് അഗ്രീഡ്. ആൾ അവിടെ ലിവർപൂളിൽ വീടൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ലെവർകൂസനും അവെയർ ആണ്. വിറ്റ്സ് ലിവർപൂൾ ഡീൽ തെരഞ്ഞെടുത്തു. ബയൺ മ്യൂണിക്കിനെ അറിയിച്ചതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ബയൺ മ്യൂണിക്കിലോട്ടില്ല, താൻ ലിവർപൂളാണ് തെരഞ്ഞെടുത്തതെന്നുള്ള രീതിയിൽ. സോ പ്രൈസ് റേഞ്ച് എത്രയായിരിക്കും എന്ന് അറിയത്തില്ല. കേൾക്കുന്ന റേഞ്ച് 120 to 150 മില്യൺ ഇടയ്ക്കൊരു ആഡ് ഓൺസ് ഉൾപ്പെടെ ഒരു റേഞ്ച് ആണെന്ന് കേൾക്കുന്നത്. എക്സാക്ട്ലി ചിലർ 120 എന്ന് പറയുന്നവരുണ്ട്, ചിലർ 150 എന്ന് പറയുന്നവരുണ്ട്. സോ എക്സാക്ട്ലി എത്രയാണ് വരാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ല. സോ ലെറ്റ്സ് സീ. എന്തായാലും FSG ഒരു സ്റ്റേറ്റ്മെന്റ് സൈനിങ് തന്നെയാണ്. വിറ്റ്സ് ഡെഫിനറ്റ്ലി നമ്മളൊരു ഗലാക്ടിക്കോ സൈനിങ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്ലെയർ തന്നെയാണ് വിത്തൗട്ട് എ ഡൗട്ട്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ മേ ബി ബാർസലോണയ്ക്കും ചെൽസിക്കും ഒക്കെ ഒരു മോശം വാർത്തയായിരിക്കും. മറ്റൊന്നുമല്ല, സെസ്കോ ഡീലിൽ ആർസണൽ സീരീസിൽ പ്രോഗ്രസ് ചെയ്യുന്നതായിട്ട് പ്ലെറ്റംബർഗ് കൺഫേം ആക്കിയിട്ടുണ്ട്. സോ നമുക്കറിയാം ബുണ്ടസ് ലീഗ കാര്യത്തിലോട്ട് വരുമ്പം ആള് കുറച്ച് റിലയബിൾ ആണ്. ലൈപ്സിഗിന്റെ സ്ട്രൈക്കറായ സെസ്കോ ക്ക് വേണ്ടി ആർസണൽ ടോക്സ് നടത്തി. പേഴ്സണൽ ടൈംസ് ഒക്കെ അഗ്രി ചെയ്തു എന്നുള്ള രീതിയിൽ കേൾക്കുന്നു. സോ ഇനി ഒരു പ്രൈസ് അഗ്രി ചെയ്യാനായിട്ട് ലൈപ്സിഗിനെ സമീപിക്കുമെന്നാണ് കേൾക്കുന്നത്. 80 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് ആണുള്ളത്. പക്ഷെ അത് പേ ചെയ്യത്തില്ല. ഒരു എന്നാ പറയുക, ഒരു അഡ്ജസ്റ്റ്മെന്റ്സിനും മറ്റുമൊക്കെ 70 മില്യന് താഴെ കിട്ടുമെന്ന് റൂമറുകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ. എന്തായാലും ബാർസലോണയും സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആയിരുന്നു സെസ്കോയിൽ. പക്ഷേ ബാർസയുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ച് ഇപ്പം എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. കൂടാതെ ചെൽസിയുടെ റഡാറിലുണ്ടായിരുന്നു. യുണൈറ്റഡ് ലിങ്ക്സ് ഇടയ്ക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പം ആർസണൽ സീരിയസ്ലി പ്രോഗ്രസ് ചെയ്യണം. സോ ആർസണൽ സെസ്കോ ഡീൽ കൺഫേം ആക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഗ്യോക്കറസ് ഡീലിലോട്ട് പോകുന്നു. സോ ഗ്യോക്കറസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആവും. ഗ്യോക്കറസ് എങ്ങോട്ട് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ബുണ്ടസ് ലീഗയുടെ കാര്യം പറയുമ്പോഴേക്കും 2 ഹ്യൂജ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നെക്സ്റ്റ് ഇയർ ലെഫ്റ്റ് വിങ്ങിലേക്ക് ഒരു 1.5 മുതലിനെ സൈൻ ചെയ്യാൻ തന്നെയാണ് ബയൺ മ്യൂണിക്കിന്റെ പ്ലാൻ നിൽക്കുന്നത്. അതൊരു ബിഗ് നെയിം സൈനിങ് പോലെയെന്ന് കേൾക്കുന്നു. അതിലിപ്പോൾ കേൾക്കുന്ന പേരുകൾ മിറ്റോമയും അതുപോലെ തന്നെ റാഫേൽ ലിയാവോ ആണ്. മിറ്റോമയാണ് പ്രയോറിറ്റി എന്ന് കേൾക്കുന്നത്. സോ മിറ്റോമയും റാഫേൽ ലിയാവോ ആയിട്ട് ബയൺ മ്യൂണിക്ക് ടോക്സ് നടത്തിയെന്നും മിറ്റോമയ്ക്ക് മേ ബി 28 വയസ്സായ മിറ്റോമയ്ക്ക് ബ്രൈറ്റൺ ആവശ്യപ്പെടുന്ന 70 മില്യൺ പ്ലസ് ആണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റാഫേൽ ലിയാവും ഏതാണ്ട് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് AC മിലാന്റെ ഡിമാൻഡ് എന്ന് കേൾക്കുന്നു. സോ ഈ 2 പ്ലേയേഴ്സുമായിട്ടും നമ്മൾ നോക്കാനായിട്ടാണ് ബയൺ മ്യൂണിക് ടോക്സ് നടത്തിയിട്ടുണ്ട്. കൂടാതെ AS മൊണോക്കോ അൻസു ഫാറ്റിയിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നെക്സ്റ്റ് സീസൺ മൊണോക്കോയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് കൊണ്ട് അവർ അൻസു ഫാറ്റി ഡീൽ എൻ്റർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൂടാതെ മറ്റ് അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ
ചെൽസി ജാവോ പെഡ്രോ ഡീലിൽ ഡിസ്കഷൻസ് ബ്രൈറ്റനുമായിട്ട് നടത്തുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ജാവോ പെഡ്രോന് 70 മില്യൺ പൗണ്ടാണ് ഈ സീസൺ ബ്രൈറ്റൺ വെച്ചിരിക്കുന്ന പ്രൈസ് ടാഗ് എന്ന് കേൾക്കുന്നു. പക്ഷേ ചെൽസി അതിനും താഴെ, ഇപ്പം റൂമറുകൾ വരുന്നത് ചെൽസി ഒരു 50 മില്യൺ പൗണ്ട്സിന്റെ ഒരു ഓഫറുമായിട്ട് സമീപിക്കുന്നു എന്നാണ് വരുന്നത്. ലെറ്റ്സി അങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ ജെയ്മി വാർഡിക്ക് വേണ്ടി വലൻസിയ, അതായത് ജെയ്മി വാർഡി നമുക്കറിയാം ലെസ്റ്റർ സിറ്റി വിടാൻ തീരുമാനമെടുത്തു, കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിടാൻ തീരുമാനിച്ചു. സോ വലൻസിയ ജെയ്മി വാർഡിനെ വരും ദിവസങ്ങളിൽ സമീപിക്കും എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ 200ഓളം പേരുടെ ജോലി തെറിക്കാനായിട്ടുള്ള സാധ്യത വരുന്നുണ്ടെന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റു കുറേ റൂമറുകളും എല്ലാം വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇപ്പം നമുക്കറിയാം സെസ്കോ ഡീലും ഈ ഒരു വിറ്റ്സിന്റെ ഡീലുമാണ് ഇപ്പം സീരിയസ്ലി വരുന്നൊരു കാര്യം. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യത്തിൽ 1-2 അപ്ഡേറ്റ് പെട്ടെന്ന് പറയാനായിട്ടാണ്. ഗർനാച്ചോ ക്ലബ്ബ് വിടാനായിട്ടുള്ള സാധ്യതയാണ് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അമോറിമും ഗർനാച്ചോയുടെ ഡെലിഗേറ്റ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അധികം പോസിറ്റീവ് അല്ല എന്ന് കേൾക്കുന്നു. സോ 60 മില്യൺ പൗണ്ട്സിന് മുകളിലുള്ള ഓഫറുകളാണ് ആൾക്ക് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എക്സ്പെക്ട് ചെയ്യുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് അൽ ഹിലാൽ പ്രോജക്റ്റിൽ ഹാപ്പി ആണെന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ അത് കൺസിഡർ ചെയ്യുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൺസിഡർ ചെയ്യുന്നില്ല എന്ന് വരുന്നുണ്ട്, ഏത് വിശ്വസിക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല. പക്ഷേ കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആൾ അൽ ഹിലാലിന്റെ കയ്യിൽ നിന്നും ഒരു ബെറ്റർ ആയിട്ടുള്ള കൂടുതൽ ഒരു വമ്പൻ ഓഫറിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം 100 മില്യൺ കൊടുക്കാൻ റെഡിയാണ് അൽ ഹിലാൽ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കൂടാതെ 65 മില്യൺ യൂറോസ് പെർ സീസൺ സാലറി ആയിട്ടും ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അതായത് 700,000 യൂറോസ് പെർ വീക്കോ അങ്ങനെ അങ്ങനത്തെ ഒരു വേജസ് ആണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസിന് ഓൾമോസ്റ്റ് എന്തോ സ്പോൺസർഷിപ്സും ബോണസസും എല്ലാം കൂടി 65 മില്യൺ യൂറോസ് പെർ സീസൺ കിട്ടത്തക്ക രീതിയിൽ അതാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. സോ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഓഫർ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ബ്രൂണോ മേ ബി ഒന്ന് ഡ്രാഗ് ചെയ്യും എന്നുള്ള രീതിയിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സാൻഡി ജെഫം വന്നു ഇത് റിപ്പോർട്ട് ചെയ്ത്, എന്തോ അത്ര റിലേബിൾ ആണെന്ന് അറിയത്തില്ല. പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ടുപേരും ഈ ഡീൽ കൺസിഡർ ചെയ്യുന്നു എന്ന് കേൾക്കുന്നുണ്ട്. സോ രണ്ടുപേരും മേ ബി റൈറ്റ് പ്രൈസ് വന്നാൽ രണ്ടുപേരും പാർട്ട് വേസ് ചെയ്യുമായിരിക്കും. മാൻ യുണൈറ്റഡിന് 100 മില്യൺ പ്ലസ് കിട്ടും, ബ്രൂണോയ്ക്ക് ഒരു ഹ്യൂജ് സാലറിയും കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ എന്തോ ഒരു റാസ്മസ് ഹോയിലിൻ്റെ കാര്യം വിട്ടു. ഈ റാസ്മസ് ഹോയിലിന് 50 മുതൽ 55 മില്യൺ യൂറോസിൻ്റെ ഇടയ്ക്ക് ഒരു ഫീസ് ആയിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത് കേൾക്കുന്നു. സോ യുവൻറ്റസ്, ഇന്റർ മിലാൻ, നാപ്പോളി 3 പേരും ഇൻട്രസ്റ്റഡ് ആണ്. ഇതിൽ യുവൻറ്റസ് റിയലി സീരിയസ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. സോ ഇതൊക്കെയാണ് ഇപ്പം ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളും മറ്റുമൊക്കെ. സോ ഇന്ന് നമുക്കറിയാം ലൂക്ക മോഡ്രിച്ചിന്റെ ലാസ്റ്റ് ഗെയിമാണ് ഇൻ ലാ ലീഗ ഫോർ റയൽ മാഡ്രിഡ് അഗൈൻസ്റ്റ് സൊസിഡാഡ്. കാർലോ ആൻസലോട്ടിയുടെ ലാസ്റ്റ് ഗെയിമാണ് ആസ് എ റയൽ മാഡ്രിഡ് മാനേജർ. സോ ചാബി അലോൺസോ മൺഡേ തൊട്ട് വർക്കിന് കയറുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കൂടാതെ മറ്റ് പല ഡീൽസും പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. റയൽ മാഡ്രിഡ് ഒരു കാര്യമാണ് റൂമർ വരുന്നുണ്ട്. റയൽ മാഡ്രിഡ് വിറ്റീന ഡീൽ, മാർക്കാണ് റിപ്പോർട്ട് ചെയ്തത്, വിറ്റീന ഡീല് നടക്കാൻ സാധിക്കുമോ എന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതായിട്ട് റൂമറുകൾ വരുന്നുണ്ട്. മക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും അവരുടെ റഡാറുണ്ട്, രണ്ടും നടക്കാനുള്ള സാധ്യത കുറവാണ്. അതേസമയത്ത് ഇപ്പോൾ വിറ്റീന ഡീൽ പോസിബിൾ ആണോ എന്നുള്ളത് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് ശേഷം റയൽ മാഡ്രിഡ് ഒന്ന് ശ്രമിക്കുമെന്ന് മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് PSG കയ്യിൽ നിന്ന് അത് അവരുടെ കോൺട്രാക്റ്റിലുള്ള വൺ ഓഫ് ഇഫ് നോട്ട് ദെയർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മിഡ്ഫീൽഡറിനെ കൊത്തുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ റയൽ മാഡ്രിഡ് ഒന്ന് ട്രൈ ചെയ്യുമായിരിക്കും, പക്ഷേ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിരിക്കും വിറ്റീന ഡീൽ എൻട്രി ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. കുൻഹ അതുപോലെ തന്നെ ലെഡാപ് ഡീൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സീരീസിൽ പ്രോഗ്രസ് ചെയ്യുന്നതായിട്ടും റൂമറുകൾ വരുന്നുണ്ട്. സോ കുൻഹ ഡീൽ മിക്കവാറും ഓർഡർ ചെയ്യാൻ ഡൺ ആവുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ ബൈ.